ഹായ് ആസ്പിറൻസ്. സോ ജെയുടെ സിലബസ് അപ്ഡേറ്റും ജെയുടെ രജിസ്ട്രേഷൻ അപ്ഡേറ്റ് ഒക്കെ വന്ന സമയത്തിന് ആ ഒരു സമയത്ത് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആയിരുന്നു. സെക്ഷൻ ബിയിൽ ടോട്ടലുള്ള 10 ക്വസ്റ്റ്യൻസിന്റെ ചോയ്സ് ക്വസ്റ്റ്യൻസ് എടുത്ത് മാറ്റി നിങ്ങൾക്ക് 5 ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. 5 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്, കാരണം അവിടെ നിങ്ങൾക്ക് മാർക്ക് കൺസിഡർ ചെയ്യുന്ന ചോദ്യങ്ങളാണ് എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. അതിനുശേഷം നമുക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫുമായി ബന്ധപ്പെട്ടായിരുന്നു ഏറ്റവും വലിയ ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത്. കട്ട് ഓഫ് കുറയുമോ, കട്ട് ഓഫ് കുറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് അഡ്വാൻറ്റേജ് ആണുള്ളത്. അപ്പം അങ്ങനെയുള്ള കുറേ ഡൗട്ടുകളെ ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ശരിക്കും ഇത്. അപ്പം നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം പ്രീ കോവിഡിന് മുമ്പ്, അതായത് കോവിഡിന് മുമ്പായിട്ട് സെക്ഷൻ ബിയിൽ 5 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം കോവിഡ് വന്നതിന് ശേഷം കുറച്ച് റിലാക്സേഷൻ വന്നപ്പോഴാണ് സിലബസ് കട്ടായത്, കുറച്ച് സിലബസ് എടുത്ത് മാറ്റിയതും. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഓപ്ഷണൽ ചോയ്സ് എന്ന് പറഞ്ഞൊരു പാറ്റേണിലേക്ക് ജെയ് വന്നത്. അത് തിരിച്ച് ഗോയിങ് ബാക്ക്. പക്ഷെ അവിടെ ഗോയിങ് ബാക്കിൽ വന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 5 ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്താൽ തെറ്റാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് ആകും എന്നുള്ളതാണ്. അതുപോലെ അത് ഇൻഡിജർ ടൈപ്പുമാണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കടക്കം കൈവയ്ക്കാൻ പേടിയുള്ള ഒരു സെക്ഷനായി സെക്ഷൻ ബി നിലവിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും സത്യം. കാരണം കൈ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആകും, ഓപ്ഷനിലില്ല, അപ്പൊ എനിക്ക് ചോയ്സും ഇല്ലാതാവും. അപ്പൊ എത്രത്തോളം ഇത് കട്ട് ഓഫിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കട്ട് ഓഫിൽ നേരിയ മാറ്റങ്ങളല്ല, അത്യാവശ്യം കുറച്ച് കുറയാനുള്ള സാധ്യത തന്നെ ഉണ്ട്. പക്ഷെ കട്ട് ഓഫ് കുറയുന്നു എന്നുള്ളതല്ല ശരിക്കും നിങ്ങൾ നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആകുന്നു, നിങ്ങൾ എത്രത്തോളം ആ എക്സാമിനെ അറ്റൻഡീവായി അറ്റൻഡ് ചെയ്തപ്പോൾ ആ കട്ട് ഓഫ് കുറയുന്നത് നിങ്ങൾ എത്രത്തോളം ഹെൽപ്ഫുൾ ആകുന്നു, അതാണ് ശരിക്കും നിങ്ങൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം സെക്ഷൻ ബിയിൽ 10 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊരു 2 ചാപ്റ്റർ ഞാൻ മര്യാദയ്ക്ക് നോക്കി കാണില്ലായിരിക്കും. പക്ഷേ ആ സെക്ഷൻ ബിയിൽ ആ 2 ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ എനിക്ക് എഴുതാൻ പറ്റിയത് കൊണ്ട് എന്നെ അത് അഫക്ട് ചെയ്തിട്ടില്ല എന്നൊരു രീതിയായിരുന്നു ശരിക്കും നമുക്ക് ഈ 2021, 22, 23, 24 വർഷങ്ങളിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇനി അതിന്റെ ആ ഒരു പാറ്റേൺ എടുത്ത് മാറ്റിയ പിന്നെ ഞാൻ എല്ലാ ചാപ്റ്ററിനെയും നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, കറണ്ട് ഇലക്ട്രിസിറ്റിയും കൈനറ്റിക് തിയറിയും ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കൈനറ്റിക് തിയറി കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ആ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റ്യൻ വിട്ടിട്ട് ഞാൻ കൈനറ്റിക് തിയറിയിലെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ആ വലിയ ക്വസ്റ്റ്യൻ എസ്കേപ്പ് ആവാനും പറ്റി, എനിക്ക് ഇതിൽ നിന്നുള്ള മാർക്കും കിട്ടി, എനിക്ക് നല്ല രീതിയിൽ എനിക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റി. സെയിം അവസ്ഥ നമുക്ക് സെക്ഷൻ ബിയിൽ വരികയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വരുന്നു, കൈനറ്റിക് തിയറിയിൽ നിന്ന് വരുന്നു. പക്ഷെ ഇവിടെ ഓർ ക്വസ്റ്റ്യൻസ് ഇല്ല, രണ്ടും അറ്റൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ്. അവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ കട്ട് ഓഫ് കുറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിലും കൂടുതലായിട്ട് നിങ്ങൾ എത്രത്തോളം ആ ചാപ്റ്ററിനെ എല്ലാ സെക്ഷൻസും കവർ ചെയ്ത ഒരാൾക്ക് മുന്നോട്ട് വരാനുള്ള അവസരവും കൂടെയാണ് ശരിക്കും അത് ഒരുക്കുന്നത്. അപ്പൊ ഈ കട്ട് ഓഫ് കുറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു കട്ട് ഓഫ് എക്സാം 180 299% എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ ചിലപ്പം 200 മുകളിൽ മാർക്ക് വന്ന ഒരു എക്സാം അല്ലെ ഒരു എക്സാം ഡേറ്റിൽ നിന്നും അതിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ചിലപ്പോൾ നമുക്ക് അടുത്ത വർഷം പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഒരു 170, 180 റേഞ്ചിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ 5 ചോദ്യങ്ങൾ നമ്മളെ പഠിച്ച ചാപ്റ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ 5 ചോദ്യങ്ങൾ എനിക്ക് അത്യാവശ്യം എഴുതാൻ പറ്റുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ റാങ്കിനെ ബൂസ്റ്റ് ചെയ്യാനും ആ റാങ്ക് അനുസരിച്ച് എനിക്ക് ആ ഒരു 180ലേക്ക് 170ലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് അതിന് മുകളിലേക്ക് വന്നാൽ നല്ലൊരു പെർസെൻറ്റേജ് സ്കോർ നേടാനും എനിക്കത് ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾക്ക് അറിയാം, കാരണം സെക്ഷൻ ഡി എന്ന് പറയുമ്പം 10 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഒരു അൺഈക്വൽ ആണെങ്കിൽ പോലും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഒരു മീഡിയം ടു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബിയിലും ഉണ്ടാവും. സാധാരണ സെക്ഷൻ എയിലെ പോലെ തന്നെ മീഡിയം ടു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബിയിലും ഉണ്ടാവും. അപ്പം 10 ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ മീഡിയം ടു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസിന്റെ റേഷ്യോ ഉണ്ടായിരുന്നെങ്കിലും എനിക്കത് കട്ട് ചെയ്ത് ചൂസ് ചെയ്യാനുള്ളൊരു പ്രോബബിലിറ്റി കുറച്ചുകൂടെ കൂടുതലായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു. ഇപ്പം 5 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 3 ചോദ്യങ്ങൾ ഈ പറഞ്ഞ പോലെ 3 ചോദ്യങ്ങൾ ഹാർഡ്, ഇപ്പൊ 2 ചോദ്യങ്ങൾ ഈസിയും ആണെന്നുള്ള അവസ്ഥ വന്നാൽ എനിക്ക് എല്ലാം അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ അത് ഫോക്കസ്ഡ് ആവണം എന്നുള്ളതാണ്. കട്ട് ഓഫ് കോഴ്സ് ഡിക്രീസ് ചെയ്യും. പക്ഷെ എന്നാൽ പോലും എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ ഒരു ചാപ്റ്ററിനെ ഫേസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ ശരിക്കും ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ളൊരു പ്രേരണ കിട്ടത്തുള്ളൂ, ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ റിവിഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, ആ രീതിയിൽ പഠിക്കുക. കട്ട് ഓഫ് കുറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും. പക്ഷേ ആ കട്ട് ഓഫ് കുറയുന്നത് ബെനിഫിറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയും ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടുകയും വേണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ധൈര്യമായി ചോദിക്കാം. പക്ഷേ ഈ സംശയങ്ങളിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം ഇംപ്രവൈസ് ചെയ്യാം, നിങ്ങളെ എത്രത്തോളം ഇംപ്രവൈസ് ചെയ്യാന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. സോ മറ്റൊരു വീഡിയോ ഇനിയും കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. നല്ലപോലെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.